പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യോഗത്തിൽ പറഞ്ഞു, രക്തവും വെള്ളവും ഒരേ സമയം ഒഴുക്കാനാകില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഉണ്ടായിട്ടും അതൊന്നും ഈ കരാറിനെ ബാധിച്ചിരുന്നില്ല. കരാർ നമ്മൾ പരിശോധിച്ചാൽ കൂടുതൽ ഉപയോഗം പാകിസ്ഥാന് തന്നെയാണ്. ഇന്ത്യക്ക് അങ്ങ് കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്തതായി ഉയർന്നു വരുന്ന ചോദ്യം. പാകിസ്ഥാന്റെ കോറിൽ കണ്ണായ കാര്യത്തിലാണ് ഇന്ത്യ കയറി അടിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുന്ന നടപടി. നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. ഉറി ഭീകരാക്രമണത്തിൽ 18 സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യോഗത്തിൽ പറഞ്ഞു, രക്തവും വെള്ളവും ഒരേ സമയം ഒഴുക്കാനാകില്ല. പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറിനെ കുറിച്ച് തന്നെയായിരുന്നു. അതായത് 2016 മുതൽ ഇന്ത്യ ആലോചിച്ച കടുത്ത തീരുമാനമാണ് പെഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടപ്പാക്കിയത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഉണ്ടായിട്ടും അതൊന്നും ഈ കരാറിനെ ബാധിച്ചിരുന്നില്ല. 65 വർഷം പഴക്കമുള്ള കരാറാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഇന്ത്യ നിർത്തിവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് എത്രത്തോളം തിരിച്ചടിയാണ്? അങ്ങനെ ഏകപക്ഷീയമായി സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യക്ക് പിന്മാറാൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് സിന്ധു നദീജല കരാർ എന്ന് പരിശോധിക്കാം. 1960 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും ചേർന്നാണ് സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പുവെച്ചത്. 9 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജലം പങ്കിടുക, അതായിരുന്നു ലോക ബാങ്കിന്റെ അനുമതിയോടെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാന ലക്ഷ്യം. നദികളിലെ ജലം പങ്കിടൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കാം. 3 പടിഞ്ഞാറൻ നദികൾ, അതായത് സിന്ധു, ചെനാബ്, ഝലം എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനായിരിക്കും. എന്നാൽ സിന്ധു നദിയിലെ ജലം പൂർണ്ണമായി പാകിസ്ഥാന് ഉപയോഗിക്കാൻ കഴിയില്ല. 70% മാത്രം അവർക്കുള്ളത്. ഇന്ത്യക്ക് 30% ജലം ഉപയോഗിക്കാം. ഒപ്പം സിന്ധു, ചെനാബ്, ഝലം നദികളിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകാൻ ഇന്ത്യ അനുവദിക്കണം. അതിലൊരു തടസ്സവും വരാൻ പാടില്ല. ഇങ്ങനെയാണ് കരാർ പറയുന്നത്. കരാർ നമ്മൾ പരിശോധിച്ചാൽ കൂടുതൽ ഉപയോഗം പാകിസ്ഥാന് തന്നെയാണ്. ജലസേചനം, വൈദ്യുതി ഉൽപാദനം, പിന്നെ ജലസംഭരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ ജലം ഉപയോഗിച്ചു പോരുകയാണ്. ഇന്ത്യക്ക് അങ്ങ് കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്തതായി ഉയർന്നു വരുന്ന ചോദ്യം. ഈ ഉടമ്പടിയിൽ നിന്ന് ഇന്ത്യക്ക് പിന്മാറുക എളുപ്പമല്ല എന്നാണ് വിദഗ്ധർ പ്രാഥമികമായി പറയുന്നത്. കാരണം കരാറിൽ എക്സിറ്റ് ക്ലോസ് ഇല്ല, അവസാന തീയതിയില്ല. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിന് 2 രാജ്യങ്ങളുടെയും സമ്മതം ആവശ്യമാണ്. പിന്മാറാൻ പറ്റിയില്ലെങ്കിലും തർക്കം ഉന്നയിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതിന് കരാറിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്. തർക്കം ആർക്ക് മുന്നിൽ ഉന്നയിക്കുമെന്നതും കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഒന്നുകിൽ ഒരു സ്ഥിരം ഇൻഡസ് കമ്മീഷൻ രൂപീകരിക്കണം, അതായത് 2 രാജ്യങ്ങളുടെയും പ്രതിനിധികളുള്ള ഒരു സമിതി ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് മുന്നിൽ തർക്കം പറയാം. സമിതി പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 2ാമത്തെ വ്യവസ്ഥയിലേക്ക് കടക്കാം. ലോക ബാങ്കിന്റെ അനുമതിയോടെ ഉണ്ടാക്കിയ കരാറായതിനാൽ ലോക ബാങ്കിന് ഒരു നിഷ്പക്ഷ വിദഗ്ധനെ തർക്കപരിഹാരത്തിനായി നിയോഗിക്കാം. ഇനി ആ നിഷ്പക്ഷ നിരീക്ഷകനും ഈ തർക്കം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനെ സമീപിക്കണം. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ തീർത്തും വിട്ടുനിന്നാൽ മധ്യസ്ഥത ഫലപ്രദമാകില്ല എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ഇക്കാര്യം പാകിസ്ഥാനും അറിയാം. അതായത് ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ വിട്ടുനിന്നാലും ഒരു തർക്കം വന്നാൽ അതിന് ഒരു ഫലപ്രദമായ പരിഹാരം കണ്ടെത്തുക സാധ്യമല്ല. 2016 അന്നത്തെ പാകിസ്ഥാൻ നിയമമന്ത്രി അഹ്മർ ബിലാൽ സൂഫി ഇക്കാര്യം തുറന്നു പറഞ്ഞതുമാണ്. അതായത് ഇന്ത്യയുടെ പിന്മാറ്റം പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. കാരണം സിന്ധു നദിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ജലലഭ്യത കുറഞ്ഞാൽ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല വലിയ വരൾച്ചയിലേക്ക് പോകും. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യ പാക് തർക്കത്തിൽ സിന്ധു നദീജല കരാറും കേന്ദ്രബിന്ദുവാണ്. കരാർ പരിഷ്കരിക്കണമെന്ന് 2 തവണയാണ് ഇന്ത്യ പാകിസ്ഥാനോട് രേഖാമൂലം ആവശ്യപ്പെട്ടത്. ജമ്മു കാശ്മീരിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 ജലവൈദ്യുത പദ്ധതികളായ കിഷൻ ഗംഗ, റാറ്റിൽ പദ്ധതികളെ പാകിസ്ഥാൻ എതിർത്തത് കൊണ്ടാണ് കരാറിൽ പുനഃപരിശോധന എന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഈ പദ്ധതികൾ സിന്ധു നദിയിലെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ ആരോപിച്ചത്. ഈ പ്രശ്നം നിലവിൽ
2022 ലോക ബാങ്ക് നിയോഗിച്ച സ്വതന്ത്ര നിരീക്ഷകന്റെ പരിഗണനയിലാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ വിഷയമായിട്ട്, അതായത് ഒരു തർക്കം വന്നാൽ പരിഹരിക്കാനുള്ള രണ്ടാമത്തെ വ്യവസ്ഥ ലോക ബാങ്ക് ഒരു നിരീക്ഷകനെ, സ്വതന്ത്ര നിരീക്ഷകനെ വെക്കും. അങ്ങനെയുള്ള ഒരു നിരീക്ഷകന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ 2 ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം ഉള്ളത്. ആ തർക്കം വന്നിട്ടും ഉറി പോലുള്ള ഭീകര ആക്രമണം കാരണം നയതന്ത്രമായ പിരിമുറുക്കം ശക്തമായിട്ടും കരാർ റദ്ദാക്കുക, അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിരുന്നില്ല. ജനസംഖ്യാ മാറ്റങ്ങൾ, പാരിസ്ഥിതിക വെല്ലുവിളികൾ, ഊർജ ആവശ്യങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരത എന്നിവ മുൻനിർത്തി കരാറിൽ ചില മാറ്റങ്ങളാണ് ഇന്ത്യ 2 തവണയും ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കരാറിൽ നിന്ന് എന്നേക്കുമായി പിന്മാറിയാൽ ഇന്ത്യക്ക് സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയും. കൂടുതൽ പദ്ധതികൾ നദിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിയും. നിലവിൽ പാകിസ്ഥാന് കൂടുതൽ നിയന്ത്രണമുള്ള സിന്ധു, ജലം, ചെനാബ് നദികളിൽ സംഭരണികൾ നിർമ്മിക്കാനും ഇന്ത്യക്ക് കഴിയും. എന്നാൽ ഇതൊന്നും പെട്ടെന്ന് സാധ്യമല്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാക് മേഖലയിലേക്കുള്ള ജലപ്രവാഹം തടയാനോ വഴിതിരിച്ചു വിടാനോ നിലവിൽ ഇന്ത്യക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. കാരണം സംഭരണികളോ മറ്റ് തടയണകളോ ഇല്ല. കരാർ റദ്ദാക്കുക എന്ന കാര്യം മുൻകൂട്ടി കണ്ടുള്ള നിർമ്മാണങ്ങളോ മറ്റോ നടത്താൻ ഇന്ത്യ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അതിന് കഴിയില്ല. കാരണം എന്തെങ്കിലും നിർമ്മാണം നടത്തണമെങ്കിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അനുമതി വേണം. ഇന്ത്യ ഈ സാഹചര്യത്തിൽ ഇനി അടിയന്തരമായി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എന്നിരുന്നാൽ തന്നെയും തീർത്തും കടുത്ത തീരുമാനത്തിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. രക്തച്ചൊരിച്ചിൽ തടഞ്ഞാൽ മാത്രം വെള്ളം തരാമെന്നുള്ള കൃത്യമായ നയമാണ് പാകിസ്ഥാൻ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ കോറിൽ കണ്ണായ കാര്യത്തിലാണ് ഇന്ത്യ കയറി അടിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുന്ന നടപടി. പാകിസ്ഥാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല. അതിർത്തി അടയ്ക്കും, നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അവർ പ്രതീക്ഷിച്ചത്. സാധാരണ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മാത്രമാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അവർക്ക് തീർത്തും അപ്രതീക്ഷിതമായി മാറിയത്. അടിസ്ഥാന ആവശ്യം നിഷേധിച്ചു എന്നാരോപിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിലേക്ക് പാകിസ്ഥാൻ പരാതിയുമായി പോകുമായിരിക്കും. പക്ഷേ പാക് മണ്ണിലെ തീവ്രവാദം, അതിർത്തി കടന്നുള്ള തീവ്രവാദം, അവർ പരിപോഷിപ്പിക്കുന്ന തീവ്രവാദ നേതാക്കൾ, അതെല്ലാം അവർക്ക് അവിടെയും വെല്ലുവിളിയാണ്.